ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടി വൈപ്പങ്കരയിൽ കാളമുക്കിൽ ഞങ്ങൾക്ക് കർത്താവിന്റെ സുവിശേഷവുമായി കടന്നു വരുവാൻ, നിങ്ങളെ കാണുവാൻ, ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ കർത്താവിന്റെ സുവിശേഷം ഏതാനും മിനിറ്റുകൾ നിങ്ങളുമായി പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഈ ലോകം മുഴുവനുമുള്ള ആളുകൾ ഈ ദിവസങ്ങളിൽ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു വരികയായിരുന്നല്ലോ. നമുക്കറിയാം, അത് വളരെയധികം ലോകം മുഴുവനും ആളുകൾ ആഘോഷിക്കുന്ന ഒരു ജന്മദിനമാണ്, ബർത്ത്ഡേ ആണ് യേശുക്രിസ്തുവിന്റെ ജന്മനം എന്ന് പറയുന്നത്. അത് സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. സർവ്വജനത്തിനും, ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമല്ല സർവ്വ ലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് കർത്താവായ യേശു. വൈപ്പിൻകരയിലുള്ള ദ്വീപ് നിവാസികളായ, ഈ ടൗണിൽ താമസിക്കുന്ന, ഈ മീൻപിടുത്തക്കാര് വിധങ്ങളായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്കും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ബർത്ത്ഡേ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവോ, കർത്താവായ യേശുവിനെ കുറിച്ച് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ലോകരക്ഷിതാവ് എന്നാണ്. യേശു ഈ ലോകത്തിൽ ജനിച്ചത് നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട് ലോകത്ത് ജനിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാപത്തിൽ മുങ്ങി താണുപോയ നമ്മളെ രക്ഷിക്കുവാൻ. നമ്മൾ ഇപ്പോൾ പല മതകർമ്മങ്ങളും മതാചാരങ്ങളും എല്ലാം ചെയ്ത് മനസമാധാനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മൂടിയിരിക്കുന്ന പാപത്തിൽ നിന്ന് വിടിവിക്കുവാൻ വേണ്ടി യേശു കർത്താവ് ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്നു. വിശുദ്ധ വചനം പറയുന്നു, കന്യകയിലൂടെ ഒരു മകനായി ലോകത്തിൽ ജനിച്ച് പാപമില്ലാത്തവനായി ജീവിച്ച് പാപത്തിന്റെ പരിഹാരം വരുത്താനിടയായി തീർന്നു. യേശു ഒരിക്കലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവോ, നമ്മളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയുന്ന പാപമത്രേ. എല്ലാ ആളുകളുടെ ഉള്ളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് എന്തെല്ലാം കർമ്മങ്ങളായി ചെയ്യുന്നത്, ആചാരങ്ങളായി ചെയ്യുന്നത്, എത്രയോ പണമാണ് മുടക്കുന്നത്. അനേകം ആളുകൾ വ്രതമെടുക്കുന്നു, അനേകം ആളുകൾ നൊയമ്പ് നോക്കുന്നു, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു. അവരുടെ ഉള്ളിന്റെ അന്തരാത്മാവിലെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ സന്തോഷിപ്പിക്കണം, ദൈവത്തെ സന്തോഷിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവരിതെല്ലാം ചെയ്യുന്നത്. എന്നാൽ വിശുദ്ധ വചനം പറയുകയാണ്, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നും അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുതന്നെയല്ല, യേശുവിനോട് തന്റെ അരുമശിഷ്യന്മാർ ഒരിക്കലും ഇങ്ങനെ ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് ആ ചോദ്യം ചോദിക്കുന്നത്. കർത്താവേ, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർ നോക്കിയപ്പോൾ, ശിഷ്യന്മാർ നോക്കിയപ്പോൾ, ആളുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കാവുന്ന രീതിയിൽ ഒട്ടനവധി യാഗങ്ങൾ നടത്തുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു. ഇന്ന് ആളുകൾ ചെയ്യുന്നത് പോലെ ഒത്തിരിയായിരിക്കുന്ന കർമാദികളെല്ലാം ചെയ്യുമ്പോൾ ശിഷ്യന്മാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായപ്പോൾ യേശു അവരോട് മറുപടി പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, അത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത്, നിങ്ങൾ ദൈവപുത്രൻ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏക വഴി എന്ന് യേശു അവരോട് പറയാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിളില് പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് 59-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന് ചെയ്യും അന്തമായിട്ടില്ല, പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പാപമത്രേ, അകൃത്യമത്രേ. അപ്പൊ പാപത്തിന് പരിഹാരം വരാതെ നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ സ്നേഹിതരെ. അങ്ങനെയുള്ള ആ ഓട്ടങ്ങളൊക്കെയും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമല്ലാത്ത ആ ദൈവത്തെ സന്തോഷിപ്പിക്കാനുള്ള ഓട്ടങ്ങളൊക്കെയും വൃഥാവെന്ന് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിൾ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ രാവിലെ സമയത്ത് നിങ്ങളുടെ അടുക്കൽ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഇവരെ കൂടെ കടന്നു വന്ന് ഈ ദൈവത്തിന്റെ വചനം പറയുന്നത്? നിങ്ങളെ പോലെ ഞങ്ങളും ഒരു കാലത്ത് പാപമോചനത്തിന് വേണ്ടി ഒട്ടനവധിയായ കർമ്മങ്ങൾ മതപുരോഹിതന്മാർ പറഞ്ഞ കേട്ടിട്ട് ഒട്ടനവധിയായ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് ഞങ്ങളുടെ ആയിരിക്കുന്ന ആയുസിന്റെ മുഖ്യ പങ്കും പണത്തിന്റെ മുഖ്യ പങ്കും ഇത് ഇങ്ങനെയെല്ലാം അർപ്പിച്ച അർപ്പണങ്ങളെല്ലാം നടത്തി നടന്നവരാ. എന്നാൽ സമാധാനമായിട്ട് ഒരു ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല സ്നേഹിതരെ. എന്നാൽ ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ ഈ സുവിശേഷമായി കടന്നു പോകുമ്പോൾ അനേക വ്യക്തികളെ കാണാറുണ്ട്. അവരുടെ ജീവിതം മടുത്തവരാ, എന്തിന് ജീവിക്കണമെന്ന് അറിയില്ലാതെ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒട്ടനവധിയായ കർമ്മങ്ങൾ ചെയ്ത് നിരാശപ്പെട്ട് ഇനി മരണമല്ലാതെ ഒരു വഴിയില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാൽ യേശുവിനെ അവർ കണ്ടുമുട്ടാൻ തയ്യാറായാൽ ജീവിതം മാറുകയാണ്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു സംഭവം.
12 സംവത്സരമായി രക്തസ്രവമുള്ളവളും തന്റെ മുതൽ മുഴുവൻ കൊടുത്തിട്ടും വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും അല്പം പോലും അത് സൗഖ്യം വരാതിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അവൾ ആരെ കുറിച്ച് കേട്ടെന്നറിയാവോ? യേശുവിനെ കുറിച്ച് കേട്ടു. സൗഖ്യം തരുന്ന, സമാധാനം തരുന്ന, ഒരു പൈസ പോലും നേർച്ച അർപ്പിക്കാതെ അത് സമാധാനം തരുന്ന, വിടുതൽ തരുന്ന, രക്ഷ തരുന്ന, പാപമോചനം തരുന്ന യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് യേശുവിനെ കാണാൻ പോയി. യേശുവിനെ തൊടുവാനിടയായി തീർന്നു. യേശുവിൽ വിശ്വസിക്കാനിടയായി തീർന്നു. യേശുവിൽ ആശ്രയിക്കാനിടയായി തീർന്നു. യേശുവിന്റെ അടുക്ക ചെന്നപ്പോൾ അവർ എണ്ണത്തിരി കത്തിച്ചില്ല, മെഴുതിരി കത്തിച്ചില്ല, നേർച്ച ഒന്നും അർപ്പിച്ചില്ല. യേശു അവളെ സ്വീകരിച്ചു. യേശു അവളുടെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തു. യേശു അവൾക്ക് സൗഖ്യം കൊടുത്തു. ഇന്ന് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? ആരോട് പറയും എന്റെ വേദന എന്ന് പറഞ്ഞ് ഭാരത്തോടെ കടന്നു പോകുന്നവരല്ലേ? ഒരുപക്ഷെ നിങ്ങൾ രോഗിയായിരിക്കാം, കടഭാരത്താൽ ഭാരപ്പെടുന്നവരായിരിക്കാം, കുടുംബബന്ധങ്ങൾ തകർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം, മദ്യപാനം കൊണ്ട് ജീവിതം വഴിമുട്ടിയ വ്യക്തിയായിരിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ഈ ഡിസംബർ മാസം 30-ാം തീയതി നാളെ നിങ്ങൾ തീരുമാനമെടുക്കും, ഇനി ഞാൻ മദ്യപിക്കത്തില്ല. കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചു നിർത്തി, ഭാര്യയും പിടിച്ചു നിർത്തി തലയൊക്കെ വെച്ച് സത്യമൊക്കെ ചെയ്യും. ഞാനിനി മദ്യപിക്കാൻ പോകത്തില്ല, ഞാനിനി പ്രശ്നത്തിനൊന്നും പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ തീരുമാനമെടുക്കുന്നവരായിരിക്കാം. എത്ര പ്രാവശ്യം അങ്ങനെ തീരുമാനമെടുത്ത് കാണും. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ നമുക്ക് ആ തീരുമാനത്തിൽ ഉറയ്ക്കാൻ പറ്റത്തുള്ളൂ, പാപത്തിൽ നിന്ന് മാറാൻ പറ്റത്തുള്ളൂ, മദ്യപാനത്തിൽ നിന്ന് മാറാൻ പറ്റത്തുള്ളൂ. സ്നേഹിതരെ, ആ യേശു നമുക്ക് പകരം മരിച്ചു, അതിനുശേഷമായി താൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കാനായിട്ട് യേശു വരാൻ സമയമായി. ഇന്ന് ലോക സംഭവങ്ങളെല്ലാം യേശുവിന്റെ മധ്യാകാശ വരവിന് വിളിച്ചറിയിക്കുമ്പോൾ സ്നേഹിത, നിങ്ങൾക്കും യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാം. എന്ത് ചെയ്യണം? മതം മാറണമോ? പേര് മാറണമോ? ഒന്നും വേണ്ട. യേശു നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ ഈ രാവിലെ സമയത്ത്, യേശുവേ, ഞാനൊരു പാപിയ, എന്റെ പാപത്തിന് പകരം അങ്ങ് മരിച്ചു, ഞാനത് വിശ്വസിക്കുന്നു, എന്റെ തെറ്റുകളെ, പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ, അങ്ങേക്കായി ജീവിക്കുവാൻ എന്റെ ജീവിതം സമർപ്പിക്കുന്നു പറഞ്ഞാൽ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ രോഗിയാണോ? പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? ഉറങ്ങാൻ പറ്റാതെ വിധങ്ങളായ പ്രശ്നങ്ങളിലോ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ പോലെ ഒരു മീൻപിടുത്തക്കാരനായിരിക്കുന്ന പത്രോസിന്റെ ശൂന്യത മാറ്റിയ കർത്താവ. പത്രോസ് എന്ന വ്യക്തിയെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. രാത്രി മുഴുവനും മീൻ പിടിക്കാൻ പോയിട്ടും ഒരു മീനും പോലും കിട്ടാതെ ഭാരപ്പെട്ടിരിക്കുന്ന ആ വ്യക്തിയെ യേശു സ്നേഹിച്ച് അവന് നിറവ് കൊടുത്തു. ഇന്ന് നിങ്ങളുടെ ജീവിതം ശൂന്യമാണെങ്കിൽ ശൂന്യതകളെ മാറ്റുന്ന ഒരു കർത്താവ് സ്നേഹത്തോടെ നിങ്ങളെ വിളിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാ. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് മുന്നോട്ട് കയറി വരാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഒപ്പമുള്ള കർത്താവിന്റെ ദാസി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളെ യേശുവിനായി സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ക്രിസ്തുയേശുവിൽ കുടികളതിയായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ദേശത്ത് കടന്നു വരുവാൻ, യേശു കർത്താവിനെ ഉയർത്തുവാൻ ദൈവം നിന്റെ മക്കളാ നടികളെ സഹായിച്ചതിനായി നന്ദി പറയുക.